ദുൽഖർ ഇനി മലയാളത്തിലേക്കില്ലേ? ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ദുൽഖർ ഇനി മലയാളത്തിലേക്കില്ലേ? ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ കേൾക്കുന്നത്. DQവിനെ കൂടാതെ മലയാള സിനിമ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. DQവിന്റെ അവസാനം വന്ന ചിത്രമായിരുന്ന കിങ് ഓഫ് കോത്ത മലയാളക്കരയിൽ അത്ര വലിയ സ്വാധീനം ചെലുത്താതെ പോയി. എങ്കിലും ഒരു കാര്യം നമുക്ക് നിസ്സംശയം കരുതാം, അദ്ദേഹത്തിന്റെ താരപദവിക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കാരണം ഇത്രയ്ക്കും മോശം അഭിപ്രായം നേടിയ സിനിമയായിട്ട് കൂടി ചിത്രത്തിന് 40 കോടിക്കടുത്ത് കളക്ഷൻ നേടുവാൻ സാധിച്ചു എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. ഒരുപക്ഷെ മോഹൻലാലിന് ശേഷം അത്തരത്തിലുള്ളൊരു ക്രൗഡ് പൂളിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു നടനായി നമ്മുടെ സ്വന്തം ദുൽഖർ വളർന്നു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ദുൽഖർ ഇപ്പോൾ മലയാളത്തിലല്ല കൂടുതലും ശ്രദ്ധിക്കുന്നത്, അടുത്ത പടവും തെലുങ്കിൽ തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതും ഹനുമാൻ എന്ന ചിത്രത്തിലൂടെ നായകനായെത്തിയ കഥാപാത്രത്തോടൊപ്പം. ഹനുമാൻ എന്ന സർപ്രൈസ് ഹിറ്റ് സിനിമയിലൂടെ ഇന്ത്യ ആകെ ശ്രദ്ധ നേടിയ താരമാണ് തേജ് സജ്ജ. തേജ സജ്ജയുടെ സൂപ്പർ ഹിറ്റായ ഹനുമാന് ശേഷം പുതിയ സിനിമയുടെ തിരക്കിലാണ് അദ്ദേഹം ഉള്ളത്. മിറൈ എന്ന സിനിമയിലാണ് താരം അടുത്തായി അഭിനയിക്കുന്നത്. മലയാളത്തിലെ സൂപ്പർ താരമായ ദുൽഖർ സൽമാൻ സിനിമയിൽ അതിഥി വേഷത്തിൽ എത്തുമെന്നാണ് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. മലയാളത്തിൽ 2023 ഓണ സമയത്ത് റിലീസായ കിങ് ഓഫ് കോത്തയ്ക്ക് ശേഷം സിനിമകളൊന്നും തന്നെ ദുൽഖർ ചെയ്തിട്ടില്ല. ദുൽഖറിന്റെ വരാനിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ തെലുങ്കിലാണ്. അടുത്തിടെയാണ് തേജ സജ്ജയുടെ പുതിയ സിനിമയിലും ദുൽഖർ ഭാഗമായേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 2024 റിലീസ് ചെയ്ത ഹനുമാൻ ആഗോളതലത്തിൽ 300 കോടിയിലധികം രൂപ കളക്ട് ചെയ്തിരുന്നു. കൂടാതെ കൽക്കി, സോംബി റെഡ്ഡി സിനിമകളുടെ സംവിധായകനായ പ്രശാന്ത് വർമ്മയായിരുന്നു സിനിമ സംവിധാനം ചെയ്തത്. ഏതായാലും മറ്റു പല സിനിമകളിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കൽക്കി എന്ന സിനിമയിൽ കൂടുതലായിട്ടുള്ള പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വരാനിരിക്കുന്നേ ഉള്ളൂ. കൽക്കിയില് ആ ഒരു പാൻ വേൾഡ് സിനിമയായിട്ട് തന്നെ ഒരുങ്ങുന്ന സിനിമയിൽ പ്രഭാസിനോടൊപ്പം തന്നെ മികച്ചൊരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിനിടെ തഗ് ഓഫ് ലൈഫ് എന്ന നമ്മുടെ സ്വന്തം മണിരത്നം കമൽഹാസൻ ഒന്നിക്കുന്ന സിനിമയിൽ അദ്ദേഹത്തിന് വെച്ചിരുന്ന റോൾ അദ്ദേഹം നിരസിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കുകൾ മൂലമാണ് ആ ഒരു റോൾ അദ്ദേഹം നിരസിച്ചതെന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും അതിന് പകരമായിട്ട് സിംബു ആണ് എത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും മമ്മൂട്ടിയുടെ അതേ ലെവലിലല്ല ദുൽഖറിന്റെ യാത്ര. അദ്ദേഹം പാൻ ഇന്ത്യൻ ലെവലിലാണ് തുടക്കം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മലയാളത്തിന് പുറത്തുള്ള സിനിമകളിൽ കൂടി അദ്ദേഹം തന്റെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവിടെയും തന്റെ താരപ്രഭയും ആരാധക വൃന്ദത്തെയും കൂട്ടി ഒപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളുടെയും കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ദുൽഖറിന്റെ ആ ഒരു കാലം മലയാളത്തിൽ ഇനി എന്നു വരുമെന്ന് അറിഞ്ഞുകൂടാ. മലയാളത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അഭാവം ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അദ്ദേഹത്തിന്റെ മികച്ച സിനിമകൾ ഈ അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു ആവറേജിനപ്പുറം വന്ന ഒരു സിനിമ വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കളക്ഷൻ റെക്കോർഡുകൾ മലയാളത്തിൽ അദ്ദേഹം തിരുത്തി കുടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മലയാളത്തിൽ മോഹൻലാൽ കഴിഞ്ഞാൽ കൂടുതൽ ക്രൗഡ് പുള്ളിംഗ് കപ്പാസിറ്റി ഇപ്പോഴും നിലനിർത്തുന്ന ഒരു താരം തന്നെയാണ് അദ്ദേഹം. കാരണം പരാജയ സിനിമകൾ പോലും വേണ്ട രീതിയിൽ കളക്ഷൻ നേടിയെടുക്കാൻ അദ്ദേഹത്തിന്റെ ആ ഒരു പേര് മാത്രം മതി എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. ഏതായാലും കാത്തിരിക്കുകയാണ് ദുൽഖറിന്റെ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി. ലക്കി ഭാസ്കർ എന്ന സിനിമയാണ് ഇപ്പോൾ അടുത്തതായി അദ്ദേഹത്തിന്റെ റിലീസിംഗിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.